ആള് പറഞ്ഞത് എൻ്റെ അടുത്ത് അതിനകത്ത് പുളിവെള്ളം ഇട്ട് തിളപ്പിക്കാന്ന് പറഞ്ഞത്. അത് ഈ വെയിറ്റ് ഇടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നതാണ് പുള്ളി നോൾട്ടയുടെ ആള് പറയുന്നത്. അപ്പോഴാണ് കറക്റ്റ് ആവുള്ളൂ. അതല്ലെങ്കിൽ 10 ഇഞ്ചിന്റെ സ്പാനറിട്ട് താഴെ പിടിക്കണമെന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും സപ്പോർട്ടോട് കൂടിയിട്ട് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാനൊരു അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുവാണ്. നമ്മൾ 1000 സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീഡിയോ ആണ് ആക്ച്വലി ഇത്. വേറെ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. കുറച്ച് സമയം എടുത്തു. എങ്കിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുവാണ്. തീർച്ചയായിട്ടും ഇനിയും തുടർന്നും ഇത്തരത്തിലുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയ ഐഡിയകളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറ്റാവുന്ന രീതിയിലെല്ലാം വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജോലിയും പരിപാടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് ചെറിയൊരു ഗ്യാപ്പ് വരുന്നത്. എല്ലാവരും അതിനോട് സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ കഴിഞ്ഞ ഓണത്തിന് നമുക്കുണ്ടായ ഒരു കാര്യം, ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് വീഡിയോയിൽ വന്നത്. അത് വേറൊന്നുമല്ല, നമ്മളെല്ലാവരും മലയാളികളെല്ലാം നന്നായിട്ട് ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണല്ലോ ഓണം. അപ്പം ഓണത്തിന് സാധാരണ രീതിയിൽ നമ്മളുടെയൊക്കെ സാധാരണ വീടുകളിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തൊക്കെ പോവും. സാധനങ്ങൾ പല സ്ഥലത്തുനിന്നും വാങ്ങിക്കുകയൊക്കെ ചെയ്യുമല്ലോ. പ്രധാനമായിട്ടും അതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് പരസ്യങ്ങളാണല്ലോ. അപ്പോൾ അത്തരത്തിലൊരു പരസ്യം കണ്ടിട്ട് ഞാനും ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനും ഫാമിലിക്കൊക്കെ പോയിട്ടൊരു മെറ്റീരിയൽ വാങ്ങിച്ചു. അപ്പം അത് വാങ്ങിച്ചതിനെ തുടർന്നുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകൾ, പക്ഷെ അവർ ശരിയാക്കി തന്നു ലാസ്റ്റ്. പക്ഷേ ആ കുറച്ച് കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വന്നു. അപ്പോൾ അത് നിങ്ങളുടെ അറിവിലേക്ക്, അതായത് നമ്മളിപ്പോൾ ഒരു സാധനം, എന്ത് സാധനമാണെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പുതിയ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ നമുക്കുണ്ടാവുമല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു കൊല്ലം ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 2 കൊല്ലം ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 5 കൊല്ലം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയിലാണല്ലോ നമ്മൾ സാധാരണ ഒരു സാധനം വാങ്ങിക്കുന്നത്. പക്ഷേ നമ്മൾ വാങ്ങിച്ചതിനെ തുടർന്ന് തന്നെ നമുക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ പറ്റിച്ചോ എന്നുള്ളൊരു തോന്നലായിപ്പോയി. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പും നമ്മൾ ഇതേപോലെ അവരുടെ കയ്യിൽ നിന്നൊരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ടൊരു പ്രശ്നം വന്നായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് പിന്നെയും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സത്യത്തിലൊരു സങ്കടമാണോ ദേഷ്യമാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ പോയി അവരുടെ അടുത്ത് സംസാരിച്ചു. അതിനെ തുടർന്നുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. വീഡിയോ ഒന്ന് കണ്ടു നോക്കും. പ്രീതി എന്നൊരു ഫസ്റ്റ് ഫ്ലോർ സ്ട്രേറ്റ് പോയിട്ട് ലെഫ്റ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ. ഇവിടെ പ്രീതി എന്നാണ്. പ്രീതി ഇവിടെ ആരുമില്ലല്ലോ. ഇവരല്ലേ അന്ന് സെയിൽസിലുണ്ടായത്.
കുക്കർ കംപ്ലൈന്റ് ആയതാണോ? കുക്കറിന്റെ കംപ്ലൈന്റ് ആനോട്ടയുടെ തിരിച്ച് വിളിക്കണമെന്നാണ്. ആളെ തിരിച്ച് വിളിക്കാൻ നമ്പർ തന്നാൽ മതി. ആള് ഡിലേ ചെയ്ത് പോയിക്കോ. ഇത് ഇവിടെ വെച്ചോളാൻ പറഞ്ഞു. ആണോ? എന്ന് അത് ഇതിന്റെ ഉള്ളില് കളറ് മാറി, പിന്നെ ഇതിന്റെ വിസില് വെയിറ്റ് കറക്റ്റ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിസിലെയ്യത്തില്ല. ഒന്ന് രണ്ട് വിസിലെയ്യുമ്പോൾ ഇതിന്റെ അകത്തുള്ളത് മൊത്തം പുറത്തേക്ക് വരും. ഞാൻ കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണേ. അല്ല, അപ്പൊ ഇനിയും ഇതിനു വേണ്ടിട്ട് ഇനിയും വരണോ? ഞങ്ങൾ ഈ സാധനം ആകെ 500-600 രൂപ സാധനമുള്ളൂ. അത് വരാൻ വേണ്ടിയിട്ട് 100 രൂപ പെട്രോൾ അടിക്കണം. ഇനി ഇതിനു വേണ്ടിയിട്ട് വരാൻ പറ്റില്ല എന്ന് പറയാൻ മാഡത്തിനെ വിളിച്ചിട്ട് തീരുമാനമാക്കാൻ പറ. എന്താ നിങ്ങൾ പറയുന്നത്? ചെറിയൊരു സാധനത്തിന് വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം വരണം? വേറൊരു സർവീസ് സെന്ററിൽ കാണിച്ചു. ആളാണ്. ഹലോ, ആ രാവിലെ വിളിച്ചിരുന്നു, ഒരാളായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ മെറ്റീരിയലായിട്ട് നേരിട്ട് വരാനോ പറഞ്ഞതിനോട്. അല്ല, അപ്പൊ ഇത് ഇനി ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരോ വീട്ടിലേക്ക്? ഈ കുക്കർ നോക്കാൻ ടെക്നീഷ്യനൊക്കെ ഉണ്ടോ? ഇതിന്റെ 2 പ്രശ്നങ്ങൾ എന്താണെന്നറിയോ? എന്താണ്? കറ പിടിക്കുന്നത്, പിന്നെ മറ്റേ വിസില് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്ത, വെയിറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്ത. ടെക്നീഷ്യനാണോ? നിങ്ങളുടെ ടെക്നീഷ്യനാണോ അതോ നോൾട്ടയുടെയാ? നോൾട്ടയിലേക്ക് ഞാൻ വിളിച്ചിരുന്നു. അവിടെ അവർ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഒരു ശ്രീകുമാറോ അങ്ങനെ ഒരാളിനെ കണക്ട് ചെയ്തിരുന്നു. ആള് പറഞ്ഞത് എന്റെ അടുത്ത് അതിനകത്ത് പുളിവെള്ളം ഇട്ട് തിളപ്പിക്കാനാ പറഞ്ഞത്. അല്ല, എന്റെ അടുത്ത് പറഞ്ഞതാണ്. അതായത് വീട്ടില് പുളി ഉണ്ടെങ്കിൽ മറ്റേ കൊടംപുളിയോ മറ്റേ ഇരുമ്പം പുളിയോ അങ്ങനെ എന്തൊരു പുളി പറഞ്ഞു, പുള്ളി വാളംപുള്ളി ഇട്ട് തിളപ്പിക്കുക. അപ്പൊ ആ ഉള്ളിലെ കറ പോവും. പിന്നെ വെയിറ്റ് 10 ഇഞ്ചിന്റെ സ്പാനർ ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കറക്റ്റ് ആവുമെന്ന് പറഞ്ഞു. ഞങ്ങള് ഇവിടുന്ന് ഒരു സാധനം എടുത്തിട്ട് ഇനി അതൊക്കെ ചെയ്യണോ? അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞത് അത് അങ്ങനെയാണ്, അലൂമിനിയത്തിന്റെ കാര്യം അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നോൾട്ടയുടെ ബ്രാൻഡ് മാത്രമല്ല വേറെ ബ്രാൻഡുകൾ ഞങ്ങൾ ഇതിന് മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. നോൾട്ട ഫസ്റ്റ് ടൈമാണ്. പക്ഷെ വേറെ ഒരു അലൂമിനിയത്തിന്റെ ഇത്രയും പ്രശ്നം വന്നിട്ടില്ല. അല്ല, അപ്പൊ ആളെടുത്ത് സംസാരിച്ച ആളെടുത്ത് 2 പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തു. സാധാരണ നിങ്ങളും അങ്ങനെയാണല്ലോ ചെയ്യാറ്. കാരണം നമ്മൾക്ക് വാങ്ങുന്ന കമ്പനിയാണല്ലോ അതിന്റെ സർവീസ് തരിക. നിങ്ങൾക്ക് അതിനകത്ത് വേറെ റെസ്പോൺസിബിലിറ്റി ഇല്ലല്ലോ. നിങ്ങൾ സർവീസ് സെന്ററിലേക്ക് കണക്ട് ചെയ്യല്ലേ ചെയ്യുക, അങ്ങനെയല്ലേ ചെയ്യാറ്? അത് ഇതിൽ മറ്റേ കൊട്ടാരൻ ട്രേഡേഴ്സിന്റെ ഒരു നമ്പർ ഉണ്ടല്ലോ. അതെ, അതാണ് ഇവരെ കൊട്ടാരൻ ട്രേഡേഴ്സിന്റെ കസ്റ്റമർ കെയർ നമ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവരുടെ സർവീസിൽ ആരെങ്കിലും ആയിരിക്കും കണക്ട് ചെയ്തിട്ടാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പൊ അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് ചെയ്ത് നോക്കുന്നു. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെ മൈജിയിൽ കൊടുത്താൽ മതി, മാറ്റി തരും എന്ന് പറഞ്ഞതിനോട്.
ഞങ്ങളോട് പറഞ്ഞത് മൈജിയിൽ മെറ്റീരിയൽ കൊടുത്താൽ മതി, അവിടെ നിന്ന് വേറെ പീസ് തരും എന്ന് പറഞ്ഞത്. ഞങ്ങൾ അത് വെച്ചിട്ടാണ് 100-150 രൂപ പെട്രോൾ അടിച്ചിട്ട് ഈ സാധനം ചെന്ന് ഉടൻ വരും വന്നത്. ഇനി ഇത് വാങ്ങിക്കാനായിട്ട് ഇനിയും വരണോ? എന്താണിത്? ഓൾറെഡി ഇവിടെ സാധനം വാങ്ങിക്കാൻ വന്നപ്പോൾ ആ എക്സിക്യൂട്ടീവിൻ്റെ അടുത്ത് അശ്വതി എന്ന് പറഞ്ഞ സ്റ്റാഫിൻ്റെ അടുത്ത് ഞങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായ ഒരു ഇൻസിഡന്റ് പറഞ്ഞു, ഉഷയുടെ സാധനം വാങ്ങിച്ചിട്ട് പണി കിട്ടിയ കാര്യം. സെയിം റിപ്പീറ്റേഷൻ. കാരണം ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ തീരുമാനമാക്കുക. വെയിറ്റ് ചെയ്യണമെങ്കിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. സംസാരിക്കാം. ഹലോ, അറിയില്ലല്ലോ ചേച്ചി. എന്തായാലും വന്നിട്ട് വിളിക്കുക. അവര് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. കേട്ടോ. എനിക്ക് A few moments later. അല്ലാതെ അറിയാൻ ഇടാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ കൺവീനിയന്റ് ആയിരിക്കും. നമ്മള് സെയിം സാധനം തന്നെയാണല്ലേ. കുക്കറിന്റെ വെയിറ്റ് ഇടാൻ അറിയോ? അത് ഈ വെയിറ്റ് ഇടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നതാണ് പുള്ളി നോൾട്ടയുടെ ആള് പറയുന്നത്. അപ്പോഴാണ് കറക്റ്റ് ആവുള്ളൂ. അതല്ലെങ്കിൽ 10 ഇഞ്ചിന്റെ സ്പാനറിന്റെ താഴെ പിടിക്കണമെന്ന് പറയുന്നത്. ഇനി ഞങ്ങളിട്ട പ്രശ്നം വരണ്ടല്ലോ എന്ന് കരുതി അറിവുള്ള ആളെ കൊണ്ട് അടുക്കളയിൽ പെരുമാറാൻ പരിചയമുള്ള ആളാണോ? അല്ല, ഈ മെറ്റീരിയൽ നമ്മൾ അന്ന് വാങ്ങിച്ചപ്പോഴേ ഏകദേശം ഇൻസൈഡ് ഏകദേശം ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. പക്ഷെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ കളറായത്. കണ്ടിരുന്നതിന്റെ കളറ് അലോനി ഇങ്ങനെ കളർ ഫേഡാവാൻ പാടില്ലല്ലോ. അലോനത്തിന്റെ കളർ മാറത്തില്ല. അലോനത്തിന്റെ സാധനം അങ്ങനെ പ്രശ്നം വരില്ല. ഇൻസൈഡ് എപ്പോഴും നീറ്റായിട്ടിരിക്കും. അത് നമ്മളൊരു 4-5 വർഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശരിയാണ്. പക്ഷെ എന്നാലും ഇത് വാങ്ങിച്ചിട്ട് 2 മാസം ആവണുള്ളൂ. പ്രീതി എന്ന വേണം. അപ്പൊ ഇതില് ഒരു കാര്യം ഇപ്പൊ ക്ലിയർ ആയി. ടിക്ക് എന്നുള്ളൊരു ഒച്ച കേട്ടു. ടിക്ക് എന്നുള്ളൊരു ഒച്ച കേൾക്കണം. നോൾട്ടയിലെ സ്റ്റാഫിനെ വിളിച്ചപ്പോ അവര് പറഞ്ഞത് ഇതിന്റെ വെയിറ്റ് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. വെയിറ്റ് കംപ്ലൈന്റ് ഉണ്ടായപ്പോ അയാൾ പറഞ്ഞത് ഈ വെയിറ്റ് ഇടുമ്പോ ടിക്ക് എന്നുള്ള ഒച്ച കേൾക്കണമെന്ന് പറഞ്ഞു. അതിന് ഞങ്ങളിട്ടാ കേൾക്കില്ലല്ലോ എന്ന് കരുതി ആളെ വിളിച്ചപ്പോ ആളുടെ ഇപ്പൊ ഒരു ഒച്ച കേട്ടു. ടിക്ക് എന്നുള്ള ഒച്ച കേട്ടു. ഇനിയുള്ളതിന്റെ അകത്ത് ഇനി കറ പിടിക്കുമെന്നുള്ളതാണ്. ഫിസിക്കലി കാണുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെ ഇരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോഴും ഏകദേശം ഇതിന്റെ ഇൻസൈഡ് ഞാൻ തന്നെയായിരുന്നു. ഇനി അഥവാ വന്നാൽ ഇനി ഞങ്ങൾ വരേണ്ടി വരുമോ? ഇതിപ്പോ മാറ്റിയതാണ്. പുതിയ പീസ് തന്നാണ്. പുതിയ പീസ് തന്നാണ്. ഇപ്പൊ സാമ്പാർ കഴിച്ചിട്ട് ഞാൻ 1.5 മാസമായി. കാരണം പരിപ്പ് കഴിക്കാൻ പറ്റില്ല. അതിനൊരു കുഴപ്പമില്ല. അപ്പൊ ആളോട് ചോദിച്ചപ്പോ ആള് പറഞ്ഞത് ഈ കളർ വ്യത്യാസം വന്നേക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ മറന്നുപോയി. പുളി ഉണ്ടോന്ന് ചോദിച്ചു. പുളി ഉണ്ടെങ്കിൽ ചിട്ട് തിളപ്പിച്ചാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓൾട്ടയുടെ എല്ലാ കുക്കറും ഇതേപോലെ പുളിവെള്ളം
ഓക്കെ, താങ്ക് യു. വീഡിയോ എല്ലാവരും കണ്ടില്ലേ? അപ്പം നമ്മൾ ആക്ച്വലി ഈ വീഡിയോ ഒന്നും ഇവിടെ ഷെയർ ചെയ്തത് വേറെ ഉദ്ദേശം വെച്ചിട്ടൊന്നുമല്ല. ഇതിപ്പോൾ ഈ ബിസിനസ് ചെയ്യാനായിട്ട്, ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് സർവീസുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് വരുന്ന ആളുകൾക്കും, അതുപോലെ തന്നെ നിലവിൽ ഇത്തരം ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഒരു ചൂണ്ടുപലക എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. കാരണം കംപ്ലയിൻറ്റ്സ് പലതിനും സംഭവിക്കാം. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിനും കംപ്ലയിൻറ്റ് വരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കംപ്ലയിൻറ്റ് വരാം. പക്ഷേ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ കംപ്ലയിൻറ്റിന് അവർ സൊല്യൂഷൻ കൊടുക്കേണ്ടത്, ഒരു കസ്റ്റമർക്ക് എങ്ങനെയാണ് സൊല്യൂഷൻ കൊടുക്കേണ്ടതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഒന്നും ഇവിടെ ഷെയർ ചെയ്തേക്കുന്നത്. അപ്പം ഇനി നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി വരുന്നുണ്ട്, പുതിയ വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് അതേപോലെ തന്നെ തന്നുകൊണ്ടിരിക്കുക. പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം നമ്മളെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാതെ വരെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.